പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ജുഡീഷ്യൽ സിറ്റീനെ കുറിച്ചാണ് കേട്ടോ. ട്രാവൽ പരവും ബിസിനസ് പരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ജുഡീഷ്യൽ സിറ്റി എന്ന് പറയുന്നത് കളമശ്ശേരിയിൽ അപ്കമിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കേട്ടോ. അതൊരു ടൗൺഷിപ്പാണ്. ഈ ടൗൺഷിപ്പിൽ കേരള ഹൈക്കോർട്ട് കോംപ്ലക്സ് വരുന്നുണ്ട്, ജുഡീഷ്യൽ അക്കാദമി വരുന്നുണ്ട്, മീഡിയേഷൻ സെൻറ്റർ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഹൈക്കോർട്ട് ബിൽഡിംഗ് വരുന്നുണ്ട്. അത് 60 കോർട്ട് കോംപ്ലക്സ് ഉള്ള ഹൈക്കോർട്ട് ബിൽഡിംഗ് ആണ്. പിന്നെ ജഡ്ജസിൻ്റെ ഓഫീസുകൾ, അവരുടെ ബംഗ്ലാവ് വരുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് വരുന്നുണ്ട്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഈ ജുഡീഷ്യലായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ടൗൺഷിപ്പ് തന്നെയാണ് അവിടെ രൂപം കൊള്ളുന്നത്. ഈ ടൗൺഷിപ്പ് വരുന്നത് HMTയുടെ ലാൻഡിലാണ് കേട്ടോ. ഈ ജുഡീഷ്യൽ സിറ്റി വരുന്നത് 27 ഏക്കറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ HMT കമ്പനിയുടെ അടുത്താണ് മിക്കവാറും എല്ലാ പ്രൊജക്റ്റ് വരുന്നത്. അതെന്താണെന്നറിയോ? ഇതിനെല്ലാം ടാങ്ക്സ് പറയേണ്ടത്, ഇങ്ങനെ ഓരോ ടൗൺഷിപ്പും കാര്യങ്ങളും ഈ കളമശ്ശേരിയിൽ വരുന്നതിന് ടാങ്ക്സ് പറയേണ്ടത് HMT കമ്പനിയോടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ HMT അന്നത്തെ കാലത്ത് 1967 സ്ഥാപിതമായത്. അന്ന് 1000 ഏക്കറായിരുന്നു HMT ഏറ്റെടുത്തത്. വേറൊരു കാര്യം ചെയ്തിട്ടുള്ളത്, ആ HMT ഉള്ള ഭാഗത്ത് ചെറിയൊരു വനം ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു നഗരമായി കഴിഞ്ഞാൽ കുറച്ച് ഭാഗം വനമായിട്ട് സൂക്ഷിച്ചതിൽ തന്നെ അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം വളരെയധികം കുറയും. ഈ HMT കമ്പനിയുടെ ഭാഗത്ത് നട്ടുച്ചയ്ക്ക് ചെന്നാലും ഒരു നല്ല തണുപ്പാണ് കേട്ടോ ആ ഭാഗം, ഈ വനമായിട്ടുള്ള സ്ഥലം. അതിനും എന്താ പറയുക, കളമശ്ശേരിയിലെ ജനങ്ങൾ ഈ HMTയോട് കടപ്പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കളമശ്ശേരി സിറ്റിയുടെ ലെങ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള പ്രോജക്റ്റുകളൊക്കെ വരുന്നത് ഈ പറഞ്ഞ HMTയുടെ ലാൻഡിലാണ്. ഇപ്പം ഏറ്റവും അടുത്ത് നമ്മുടെ NIയുടെ ഓഫീസ് വന്നിട്ടുണ്ട്. NIയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ 4ാമത്തെ ഓഫീസാണ് കേട്ടോ. ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ്, അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലാണ് NIയുടെ ഓഫീസ് വന്നേക്കുന്നത്. 3 ഏക്കർ സ്ഥലത്താണ് NI വന്നേക്കുന്നത്. ഈ NI കൂടാതെ ഒത്തിരി സ്ഥാപനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈം, അത് ബിസിനസ് സ്കൂളാണ് കേട്ടോ, അത് വന്നിട്ടുണ്ട്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗെയിൽ വന്നിട്ടുണ്ട്. ഇനി വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ് കേട്ടോ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് നമ്മുടെ ബസ് ടെർമിനൽ വരുന്നത്. കളമശ്ശേരി ബസ് ടെർമിനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ കിൻഫ്രയുടെ പാർക്ക് വരുന്നുണ്ട് കേട്ടോ. കിൻഫ്ര ബയോടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സോൺ എന്നാണ് ഇത് പറയുന്നത്. അസാപ്പിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മേക്കർ വില്ലേജ്, ഇതെല്ലാം വരുന്ന ഈ ഭാഗമാണ് കേട്ടോ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് 1999 കേട്ടോ സ്ഥാപിതമായത്. ഇത് സാധാരണ മെഡിക്കൽ കോളേജായിട്ടാണ് സ്ഥാപിച്ചത്. 2013 സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് 60 ഏക്കറിലാണ്. ഇപ്പം നിലവിൽ 700 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത്. കൊച്ചിൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. ഇപ്പം നിലവിൽ കൊച്ചിൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പിന്നെ വരുന്നത് നഴ്സിംഗ് കോളേജാണ് കേട്ടോ. അതുകൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് പുതിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബിൽഡിംഗ് ആണ്. അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ.
ഇനിയുള്ളത് നിപ്പോൺ കേരള സെന്റർ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാം. അത് കൂടാതെ ഒരു കൾച്ചർ സെന്ററും കൂടിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ്, ന്യൂവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ കളമശ്ശേരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു നേരത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ.